ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഇപ്പം മഴയൊന്ന് പെയ്ത് തോർന്നു. അത്യാവശ്യം നല്ലൊരു മഴയായിരുന്നു. അപ്പം ഇന്ന് ഞാൻ പുതിയൊരു ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് ഒരു കൊഞ്ച് റെസിപ്പി ചെയ്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് കൊഞ്ചും പൊട്ട് ചെമ്മീൻ. ഇന്ന് എനിക്ക് കുറച്ച് നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ഇതൊരു 1/2 കിലോ ചെമ്മീനാണ്. അപ്പോൾ ഒരു ചെമ്മീൻ മപ്പാസ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ചെമ്മീൻ മപ്പാസ് വെക്കാനായിട്ട് ഈ ചെമ്മീനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് എല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് എന്താ പറയുക, നമ്മുടെ ചെമ്മീൻ മപ്പാസിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ മപ്പാസിന് ആവശ്യമായിട്ടുള്ള 2 ചെറിയ ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളക്, എരി കുറവാണ് അതുകൊണ്ട് ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ഇച്ചിരി ഇഞ്ചി, ഒരു വലിയ ഉള്ളി, അത്യാവശ്യം വലിപ്പമുള്ള ഒരെണ്ണമാണ്. ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണമെങ്കിലും എടുക്കുക കേട്ടോ. ഇത് നമ്മുടെ 1/2 കിലോ ചെമ്മീനാണ്. ഓക്കെ. ഇനി ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ഇവിടെ, കറി വെക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ചട്ടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് ഇതെല്ലാം വഴറ്റിയെടുത്ത് നമ്മുടെ മപ്പാസ് വെക്കാനായിട്ട് ആരംഭിക്കാം. ഓക്കെ. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇത് ചൂടായപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് ഉലുവ, മുഴുവനത്തെ വലിയ ഉലുവ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നു. ഇനി നമുക്കെന്ത് ചെയ്യാം, നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ വലിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ടൊമാറ്റോ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഇതെല്ലാം മൂത്ത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഈ ഉള്ളി ഇതെല്ലാം വഴന്ന് വരാനായിട്ട് താമസവുമായിരിക്കും. അതുപോലെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എന്ത് ചെയ്യില്ല, ഈ വലിയ ഉള്ളിയൊന്നും വഴന്ന് കിട്ടത്തില്ല, ഈ തക്കാളിയുടെ നീര് ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റി ഏറെക്കുറെ ഒന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി ഒരു പൊടി ഉപ്പും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. ഒരുപാട് ഇടണ്ട, പിന്നീട് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ ഏറെക്കുറെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് ടൊമാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പം നമ്മുടെ ടൊമാറ്റോയും ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില എല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ സ്പൂണിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചമുളകൊക്കെ നമ്മൾ അത്യാവശ്യം ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇതിലൊരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, കാശ്മീരി സാദാ മുളകും കൂടെ മിക്സ് ചെയ്താണ് ഒരു സ്പൂണ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അര സ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഉലുവാപ്പൊടി നമ്മൾ ഇടുന്നില്ല, കാരണം നമ്മൾ ഇതിൽ ഓൾറെഡി പൊടിക്കാത്ത ഉലുവ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഉലുവാപ്പൊടി ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഇത്ര ഐറ്റംസ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഓക്കെ, ഇതെല്ലാം കൂടെ ഒന്നിച്ചിങ്ങോട്ട് തട്ടിക്കൊടുക്കുക. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. ഇപ്പോൾ അരപ്പൊക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെമ്മീൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പൊക്കെ ഈ ചെമ്മീനയിലേക്ക് നല്ലപോലൊക്കെ പിടിച്ച് ഒരു 2 മിനിറ്റ് ഇത് ചട്ടി കിടന്ന് ഒന്ന് ബലം പിടിക്കട്ടെ. ചൂട് പിടിക്കുമ്പോൾ ഈ ചെമ്മീൻ അങ്ങ് ബലം പിടിക്കും. അപ്പോൾ ഈ അരപ്പിനകത്ത് ഈ സമയം നമുക്കൊരല്പം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീന് അരപ്പുമൊക്കെ പിടിച്ച് ഇതിനകത്ത് കിടന്നൊന്ന് ബലം പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം. ഇവിടെ നമ്മൾ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് 2ാം പാലാണ്. ഈ കളറിലിരിക്കുന്നത് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ എടുത്ത പാത്രമാണിത്. ഇതിലേക്ക് ഞാൻ ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ചിരിക്കുകയാണ്. 1ാം പാൽ ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ 2ാം പാൽ ഒഴിച്ച് വേണം ഇത് വേവിക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചെമ്മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഫുള്ളിലിടുക. ഇനി നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ട് ഒരു കഷ്ണം കുടംപുളി ഞാൻ മുറിക്കുന്നില്ല, ഇങ്ങനെ തന്നെ ഇടുകയാണ്. അത് ഇതിലേക്കൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലൊക്കെ തിളച്ച് ഈ ചെമ്മീൻ ഇവിടെ ഇരുന്ന് വേകട്ടെ. ഈ സമയം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പ് ഞാൻ ഇട്ടിരുന്നു. കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു
ചെമ്മീൻ കറിയാണ്, ചെമ്മീൻ മപ്പാസാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിരുന്ന് വേകട്ടെ, നമുക്ക് അല്പസമയം വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരല്പം കുരുമുളക് ഇടിച്ചത് ഇട്ട് കൊടുക്കുക. ഒരല്പം കൂടെ ഈ ചാറ് ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് ഈ ഒന്നാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരിച്ചിരി നേരം കൂടെ ഇത് തിളക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ഈ ഒന്നാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ചെമ്മീൻ മപ്പാസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കണ്ട. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവർ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെമ്മീൻ മപ്പാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നല്ലൊരാവി കയറുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. എല്ലാവരുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് പറയുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെമ്മീൻ മപ്പാസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. കണ്ടല്ലോ, എല്ലാവരും ചെമ്മീൻ മപ്പാസ് എങ്ങനെയാണ് റെഡിയാക്കുന്നതിന് കണ്ടല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് കൂട്ടി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുമല്ലോ അല്ലേ? അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ചെമ്മീൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. കണ്ടോ, ഞാൻ